ഹായ്, ഇന്ന് നമ്മളുള്ളത് കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവിലെ സ്നേക്ക് പാർക്കിലാണ്. ഒരുപാട് തരത്തിലുള്ള പാമ്പുകളെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചിരിക്കുന്നത്. ഒരു വലിയ AC-യുള്ള ചില്ലുകുട്ടിലായിരുന്നു നമ്മുടെ രാജവെമ്പാലച്ചേട്ടൻ ഉണ്ടായിരുന്നത്. അത് ആദ്യമൊന്നും അനങ്ങിയിരുന്നില്ല. പിന്നീട് കുറേ സമയത്തിന് ശേഷമാണ് മെല്ലെ ഒന്ന് ചലിക്കാൻ വേണ്ടി തുടങ്ങിയത്. ഈ വലിയ ചില്ലുകൂട്ടിൽ കിടക്കുന്ന രാജവെമ്പാലച്ചേട്ടനെ കാണാൻ വേണ്ടി നമ്മൾ ഒരുപാട് നേരം കാത്തു നിൽക്കേണ്ടി വന്നു. കാരണം അത് ചില്ലുകൂടിൻ്റെ മറുവശത്തായിരുന്നു. കുറേ നേരത്തിന് ശേഷമാണ് ഒന്ന് ഈ വശത്തേക്ക് വന്നു തുടങ്ങിയത്. വളരെ പതുക്കെയാണ് അവൻ ചലിച്ചു തുടങ്ങിയത്. എന്തോ കൂട്ടിലകപ്പെട്ടത് കൊണ്ടായിരിക്കാമെന്ന് തോന്നുന്നു. പിന്നീട് ഞങ്ങൾ കണ്ടത് പച്ചിലപ്പാമ്പിനെയായിരുന്നു. പഴയ കാലത്താണെങ്കിൽ പറമ്പിലും തൊടിയിലുമൊക്കെ ഈ പച്ചിലപ്പാമ്പ് ഒട്ടനവധി വളരെ വേഗത്തിൽ ഒരു ചെടിയിൽ നിന്ന് മറ്റൊരു ചെടിയിലേക്ക് വേഗത്തിൽ പാറിയായിരുന്നു പോയിരുന്നത്. ഇന്ന് ഇതുപോലുള്ള പച്ചിലപ്പാമ്പിനെയെല്ലാം കാണാനും കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കാനും നമുക്ക് ഏതെങ്കിലും മൃഗശാലയിലോ ഇതുപോലുള്ള സ്നേക്ക് പാർക്കിലോ പോകേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ഇന്നുണ്ടായിരിക്കുന്നത്. ഈ പച്ചിലപ്പാമ്പിനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. കാണാൻ ശരിക്കും പ്ലാസ്റ്റിക് പാമ്പിനെ പോലെ തോന്നുമായിരുന്നു. കുറേ നേരം നിലത്ത് കിടന്നതിന് ശേഷം മെല്ലെ അവൻ അടുത്തുള്ള ഒരു തണ്ടിലേക്ക് കയറാൻ വേണ്ടി തുടങ്ങി. നല്ല രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. കുറേ നേരം ഞങ്ങൾ അവനെ നോക്കി നിന്നു. അതിനുശേഷം നമ്മൾ മൂർഖനെയും അണലിയെയും അങ്ങനെ ഒരുപാട് പാമ്പുകളിൽ കണ്ടു. പാമ്പുകൾ മാത്രമായിരുന്നില്ല കേട്ടോ, ഒരുപാട് തരത്തിലും നിറത്തിലുമുള്ള ഒരുപാട് പക്ഷികളും ഉണ്ടായിരുന്നു അവിടെ. നമ്മുടെ ദേശീയ പക്ഷിയായ മയിൽ ഇങ്ങനെ മയിൽപ്പീലി വിടർത്തി നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. നമ്മുടെ കുരങ്ങൻ ചേട്ടന്മാരൊക്കെ ഭയങ്കര ഗൗരവത്തിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നീട് ഞങ്ങൾ കണ്ടത് എമുവിനെയായിരുന്നു. എമു കാല അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് ഒറ്റ നിൽപ്പായിരുന്നു. കുറേ ശബ്ദമുണ്ടാക്കി നോക്കി ഞങ്ങൾ, പക്ഷെ അത് അനങ്ങി പോലുമില്ല.
പിന്നീട് നമ്മൾ കണ്ടത് ഇഗ്വാന കൂട്ടത്തെയാണ്. അവയുടെ മെല്ലെ മെല്ലെയുള്ള നടപ്പും തലയാട്ടലും നല്ല രസമായിരുന്നു. മുതലച്ചേട്ടന്മാരൊക്കെ ചത്തുകിടക്കുന്നത് പോലെ ഒറ്റ കിടപ്പായിരുന്നു, ഒരനക്കവും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരുപാട് തരത്തിലും നിറത്തിലും ആകൃതിയിലും വ്യത്യാസപ്പെട്ടിരിക്കുന്ന കുറേ മീനുകളെയാണ് നമ്മൾക്കവിടെ കാണാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. കടുവക്കുട്ടിയെ പോലെ തോന്നിക്കുന്ന കാട്ടുപൂച്ചയാണെങ്കിലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്നുണ്ടായിരുന്നു. അവരെ ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ ശരിക്കും കടുവക്കുട്ടിയാണെന്നേ തോന്നുകയുള്ളൂ. പിന്നീട് നമ്മൾ കണ്ടത് ആമയെയാണ്. ഒരനക്കവും ഇല്ലാതെ ഇങ്ങനെ വെയിലും കാഞ്ഞു കിടക്കുകയായിരുന്നു ആമക്കുട്ടൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.